നമസ്കാരം. നമ്മുടെ കേരളം ലോകത്തിന് മാതൃകയാണെന്നും ക്യൂബയേക്കാൾ മെച്ചപ്പെട്ട ആരോഗ്യ രംഗമാണെന്നും പറഞ്ഞ് മേനി നടിക്കുന്ന സർക്കാരിൻ്റെ ഒടുവിലത്തെ നേട്ടമാണ് ആലപ്പുഴ വന്ദനം മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവം. 5 വർഷം മുമ്പ് ഗർഭപാത്രത്തിലെ മുഴ നീക്കം ചെയ്യാൻ പോയ പുന്നപ്ര സ്വദേശിനി ഉഷ ജോസഫിൻ്റെ വയറ്റിൽ ഡോക്ടർമാർ ഒരു സമ്മാനം വെച്ച് തുന്നിക്കെട്ടിവിട്ടു. 5 കൊല്ലം ആ പാവം സ്ത്രീ നരകയാതന അനുഭവിച്ചു. വയറുവേദന കൊണ്ട് പുളയുമ്പോഴും മൂത്രമൊഴിക്കാൻ പോലും ആകാതെ ബ്ലീഡിങ് കാരണം ഡയപ്പർ വെച്ച് നടക്കേണ്ടി വരുമ്പോഴും അവർ ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ടുണ്ടാകില്ലേ? അന്ന് ആരും ഇതൊന്നും കണ്ടില്ലേ? ഒടുവിൽ സ്കാൻ ചെയ്തപ്പോഴാണ് സംഗതി പുറത്തു വരുന്നത്. വയറ്റിലെന്തോ ഒരു ലോഹ ഉപകരണം ഇരിക്കുന്നു. അധികൃതരുടെ ന്യായീകരണം അത് ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന കത്രികയല്ല, പകരം ഓപ്പറേഷൻ സമയത്ത് രക്തക്കുഴലുകൾ അമർത്തിപ്പിടിക്കാൻ ഉപയോഗിക്കുന്ന മാസ്കിറ്റോ ഫോസപ്സ് എന്ന ചെറിയ ഉപകരണമാണ് എന്നാണ്. കേട്ടാൽ തോന്നും വയറ്റിൽ കത്രിക വെക്കുന്നത് മാത്രമാണ് തെറ്റെന്നും മാസ്കിറ്റോ ഒക്കെ വെക്കുന്നത് ഒരു ചെറിയ സാങ്കേതിക പിഴവ് മാത്രമാണെന്നാണ്. കത്രികയായാലും മാസ്കിറ്റോ ആയാലും സ്പാനർ ആയാലും അതിരിക്കേണ്ടത് ഡോക്ടറുടെ കയ്യിലോ ട്രേയിലോ ആണ്, അല്ലാതെ പാപം രോഗികളുടെ വയറ്റിലല്ല. 5 വർഷം ഒരു ലോഹക്കഷ്ണം ഒരു മനുഷ്യൻ്റെ ശരീരത്തിനുള്ളിൽ കിടന്ന് തുരുമ്പിക്കാനും അത് മറ്റ് അവയവങ്ങളെ നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്ന് ഈ പഠിപ്പുള്ള ഡോക്ടർമാർക്ക് അറിയില്ലേ? നമ്മുടെ സർക്കാർ ഇതിനെ ന്യായീകരിക്കുന്നത് കണ്ടാൽ തോന്നും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. കോഴിക്കോട് പന്തീരാങ്കാവിൽ ഹർഷീനയുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ച സംഭവം നമ്മൾ മറന്നിട്ടില്ല. അന്ന് സമരം ചെയ്ത ഹർഷീനയെ പുച്ഛിച്ചവരാണ് നമ്മുടെ അധികാരികൾ. ഇപ്പോൾ ഇതാ അടുത്തത്. ലോകോത്തര നിലവാരമെന്ന് വെറുതെ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞാൽ മാത്രം പോരാ. ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ഉപയോഗിച്ച ഉപകരണങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ പോലും കഴിയാത്ത രീതിയാണോ നമ്മുടെ മെഡിക്കൽ കോളേജിലെ സംവിധാനം? ഒരു തയ്യക്കാരൻ തുന്നി കഴിയുമ്പോൾ സൂചി എടുത്ത് മാറ്റാൻ മറക്കാറില്ല. എന്നിട്ടാണ് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവരും സർക്കാരിൻ്റെ വലിയ വലിയ പദവികളിൽ ഇരിക്കുന്നവരും ഈ ക്രൂരത കാണിക്കുന്നത്. ഇതൊക്കെ ചോദിക്കുമ്പോൾ വരും അടുത്ത പല്ലവി: സൗകര്യങ്ങളുടെ കുറവാണ്. ഒരു മനുഷ്യൻ്റെ ജീവൻ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട മിനിമം മര്യാദ പോലും കാണിക്കാതെ എന്നിട്ട് അതിനെ സാങ്കേതിക പിഴവ് എന്ന് പറയുന്നതിൽ എന്താണ് കാര്യം? പാവപ്പെട്ടവൻ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകളെ ഇങ്ങനെ കൊലക്കളങ്ങളാക്കി മാറ്റരുത്. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ സൂപ്രണ്ടിനോട് നിർദ്ദേശിച്ചു എന്നതൊക്കെ സ്ഥിരം പല്ലവിയാണ്. റിപ്പോർട്ട് വരും, കുറച്ചു കാലം കഴിയുമ്പോൾ എല്ലാവരും മറക്കും. പക്ഷേ 5 വർഷം ആ സ്ത്രീ അനുഭവിച്ച വേദനയ്ക്കും അവർക്കുണ്ടായ ശാരീരിക പ്രശ്നങ്ങൾക്കും ആരാണ് ഉത്തരം പറയുക? റിപ്പോർട്ട് കിട്ടുമ്പോൾ മാസ്കിറ്റോ എന്ന ഉപകരണം അറിയാതെ വീണുപോയതാണ്, അല്ലെങ്കിൽ രോഗിയുടെ ശരീരപ്രകൃതി കൊണ്ട് സംഭവിച്ചതാണ് എന്നൊന്നും കേൾപ്പിക്കാതിരുന്നാൽ മതി. ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാരെയും ടീമിനെയും സംരക്ഷിക്കുന്നതിന് പകരം അർഹമായ ശിക്ഷ നൽകാൻ സർക്കാർ തയ്യാറാകണം. ഇല്ലെങ്കിൽ നാളെ വയറുവേദനയ്ക്ക് ആശുപത്രിയിൽ പോകുന്നവൻ ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് വസിയത്ത് എഴുതി വയ്ക്കേണ്ടി വരും. അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടുന്ന തിരക്കിനിടയിൽ സാധാരണക്കാരൻ്റെ വയറ്റിൽ കത്രികയും മസ്കിറ്റോയും മറന്നു വയ്ക്കുന്ന ഈ പരിപാടി ഒന്ന് നിർത്താൻ പറഞ്ഞേക്കൂ സർക്കാരെ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Brought to you by Kerala AIDS Control Society. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.